ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ റെസിപ്പിയൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പറയത്തക്ക വീഡിയോസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പം 2 ദിവസം മുമ്പ് പോയ ഒരു ടൂറിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞങ്ങളിവിടെ സൗദിയിൽ ഇത്രയും വർഷം ഞാനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളിതുവരെ പോവാത്ത സ്ഥലങ്ങളാണ്. സൗദി എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലമാണ്. എത്ര പോയാലും തീരൂല എന്നാണ് പറയുക, കണ്ടു കഴിയൂലാന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അസ്ലങ്ങാൻ്റെ ഓഫീസിലുള്ള കൊളീഗ്സ് ഞങ്ങൾ 6 ഫാമിലി ഒന്നിച്ച് പോയിട്ടുള്ള ഒരു ട്രിപ്പാണിത്. അടിപൊളിയായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട്. ഞങ്ങൾ 6 ഫാമിലിയാണ്. ഞാൻ, അസ്ലങ്ക, ബാസി, പിന്നെ വിജേഷ്, റീന, പിന്നെ കുഞ്ഞി, സക്കീന, സഹദ്, ഷിബിലി, ജമാൽ, ഫെമി, അനസ്, സെമി. ഇത്രയും ആൾക്കാരാണ് ഞങ്ങൾ പോയത് കേട്ടോ. ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അടിപൊളിയാണ്. ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറയുന്നത് അൽബാഹ, അതേപോലെ തന്നെ അല്ലൈത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ നടുവിലുള്ളൊരു സ്ഥലമുണ്ട്, അവിടെയും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലമൊക്കെ ചിലപ്പം സന്തോഷ് ജോർജ് കുളങ്ങരൻ്റെ സൗദി വിസിറ്റ് ചെയ്ത സമയത്ത് അവർ കാണിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കും ഈ സ്ഥലം ഓർമ്മയായത് കേട്ടോ. ഞങ്ങളെ കൂടെ വന്നവർ പോയിട്ടുണ്ട്, നമ്മൾ പോയിട്ടില്ല. ഞാൻ ഫസ്റ്റാണ് പോണത്. അസ്ലങ്ക പോയിട്ടുണ്ടെന്നാണ്, ഞാൻ ആദ്യമായിട്ടാണ് പോയത്. അതേപോലെ തന്നെ ഞങ്ങളെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ ഒരു സാഹസിക യാത്രയും കൂടിയായിരുന്നു. കാരണം അന്ന് മഴ പെയ്തിട്ട് റോഡൊക്കെ ഒന്ന് പൊളിഞ്ഞ് ഒന്ന് എന്താ പറയുക പിളർന്നു പോയി. അപ്പോൾ ആ ഒരു നിമിഷമൊക്കെ കുറച്ചൊരു പേടിപ്പെടുത്തുന്ന അതൊക്കെ ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് പോയിട്ട് തിരിച്ച് വന്നു. 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യാമ്പിങ്ങിനായിട്ട് ഒരു ദിവസം ഞങ്ങൾ ടെൻ്റൊക്കെ കെട്ടി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അൽബാഹയിലേക്ക് പോയത്. അപ്പോൾ അടിപൊളിയായിരുന്നു. സൂപ്പർ വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിപ്പോൾ ഞങ്ങൾ വിടുന്ന സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് വിട്ടതിൻ്റെ ശേഷമുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഞാൻ ഈ പറഞ്ഞ ക്യാമ്പിങ്ങിനായിട്ട് പോകുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോണത്. അത് നമ്മൾ ഇവിടെ അല്ലൈത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അല്ലൈത്തിൻ്റെ ആ ഒരു ഇതിലാണ് പോണത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ഡിന്നറൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ടെൻ്റൊക്കെ റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. എല്ലാവരും ടെൻ്റൊക്കെ കെട്ടിയിട്ട് അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു പാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് അല്ലൈത്ത് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. മോയ ഹാർ എന്നും കൂടി പറയും അറബിയിൽ. ഞാൻ ആദ്യം വിചാരിച്ച അവിടെ കോഴി വിടുകയാണെന്നാ. നാച്ചുറൽ ആയിട്ട് അല്ലേ. ഏത് തണുപ്പിൽ വന്നാലും ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ചൂടുണ്ടാവും. 50 ഡിഗ്രി. ഇത് പോയിരുന്ന ഈ പുക വരുന്നേ വെള്ളത്തിന്റെ അതിന്റെ അടിയിൽ വെള്ള അതാണ് ഈ വെള്ളത്തിന്റെ മുകളിലാണ് ഇത് ഇങ്ങോട്ടാ വെള്ളത്തോട്ടോ ഇങ്ങോട്ടോ ഇതേ സോസ് അറിയാതെ ഏത് സമയത്ത് കുതിര തന്നെ അല്ലേ. അത് ചൂണ്ടലേക്ക് മോയ ഇത് എല്ലാ സമയത്തും ചൂടുവെള്ളം തൊട്ടാക്കിയാ ബസ് ഇമ്മന്റെ ട്രൈപ്പോഡ് ഒന്ന് എടുത്താ പോരെ എനിക്ക് അങ്ങനെ ഇത് വരുന്നത് മറ്റേ ഇതിന്റെ സോസ് വാട്ടർ വരുന്നത് അഗ്നിപർവ്വതത്തിന്റെ ഇങ്ങനത്തെ പോലത്തെ എന്തോ സിഗ്ന വരുന്നത് തൊട്ടാക്കി ശരിക്കും തിളച്ച വെള്ളമായിരിക്കും. കുഞ്ഞി ഇങ്ങനെ ചൂട്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന തിളച്ച വെള്ളമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് എന്താ പറയുക വോൾക്കാനോ നമ്മളെ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് വരുന്നതാണെന്നൊക്കെ പറയണ്. എന്താ ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്താ പറയുക നല്ല തിളച്ച വെള്ളമാണ് എപ്പോഴും ഉണ്ടാവുക. അതിൻ്റെ പുകയാണ് ഈ കാണുന്നത് കേട്ടോ. മേലെ കാണുന്നത് അവിടെ ഒരു അതിര് കെട്ടിയിട്ട് ഒരാൾ നിന്നത് കണ്ടില്ല. ആ അതിര് കെട്ടി അവിടെ വേർതിരിച്ച് എന്താ വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് തിളച്ച വെള്ളമാണ്. ഇപ്പുറത്തേക്ക് ആൾക്കാർക്ക് ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ചെയ്തു വെച്ചാൽ അവിടെ വേണമെങ്കിൽ ഇറങ്ങിയിട്ട് കുളിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു അതിരിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ് ഇത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇറങ്ങാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്ഥലം. ഇതിപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അതാണ്. ഇപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ വാങ്ങിച്ച് വന്നതാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓ അവനെന്താ ചോദിക്കുന്നത്. അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാല തേച്ചിട്ടുള്ള ചിക്കനാണിത്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അതാകുമ്പോൾ വലിയ പ്രയാസമില്ലല്ലോ. പിന്നെ നല്ല ടേസ്റ്റാണ്. പല ഫ്ലേവറിലുള്ളതാണ് കേട്ടത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മന്തി വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് അവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കരിയൊക്കെ ഒന്ന് കത്തിക്കഴിഞ്ഞാൽ അവരൊന്ന് ചിക്കൻ അതിലേക്ക് വെച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സഹദും വിജേഷും കുഞ്ഞിയാണിത് കേട്ടോ.
അപ്പോൾ വിജേഷാണ് ഇന്നത്തെ എനിക്ക് വലിയ കഷ്ടപ്പാടൊന്നും വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് വീഡിയോസൊക്കെ എടുത്തത് ഓനാണ് കേട്ടോ. കുറഞ്ഞ ടൈമിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓനാണ് കവർ ചെയ്തെടുത്തത്. ഓന് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു സമാധാനമായിരുന്നു. ഓൻ തന്നെ എല്ലാം എടുത്ത് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എനിക്കൊക്കെ വേഗം മടുപ്പ് വരും. പിന്നെ എടുക്കാൻ വേണ്ടി തോന്നൂല. അപ്പോൾ അത് നമ്മളെ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 4 എണ്ണം വെച്ചിട്ടാണ് ഒരു ട്രിപ്പിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം വേണമല്ലോ. ഞങ്ങൾ 6 ഫാമിലി ഉള്ളതുകൊണ്ട് 2, 3 ട്രിപ്പായിട്ടാണ് നമ്മളത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഫുഡൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തം ആണുങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ലേഡീസൊക്കെ ഇവിടെ കുറച്ച് വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ വെള്ളത്തിലിറങ്ങിയിട്ടില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങാനൊക്കെ ഒരു പ്രയാസമുള്ള പോലെ തോന്നും. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ല. ബാക്കി എല്ലാവരും ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ഈ വെള്ളം തണുപ്പല്ല, ഇതൊരു വാം വാട്ടറാണ് കേട്ടോ. ഒരു ചെറിയ ചൂട്. അപ്പോൾ അത് നമ്മളെ എല്ലാവരും കുളിയും എന്താ പറയുക ഭക്ഷണം കഴിക്കലും ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവരിവിടെ ടെൻറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് വരികയാണ് കേട്ടോ. 4 ടെൻറ്റാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ബാക്കി ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഹട്ട് പോലുള്ള ഇവിടെ തന്നെ ഉള്ളതുണ്ട്. അതും ഒന്ന് യൂസ് ചെയ്തതാണ് കേട്ടോ. അവിടെ നമ്മൾ പിരിച്ചിട്ട് ആണുങ്ങളൊക്കെ അവിടെയും കിടന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഈ 4 ടെൻറ്റ് ഇതായിട്ടാണ് നമ്മൾ കിടന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ടെൻറ്റിൽ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ടെൻറ്റിനൊക്കെ രാത്രി കൂടുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് രാവിലെ നേരം വെളുത്തു. ഇപ്പോൾ ഇവിടെ രാവിലെ കണ്ടില്ല ഞങ്ങൾ കുറച്ച് ദൂരത്ത് കാണുന്ന ആ പുക, ആ ഒരു തിളച്ച വെള്ളത്തിൻ്റെ ഇതാണത്. അതിപ്പോഴും അങ്ങനെ തന്നെ. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. എന്നിട്ടും ആ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിന് മാറ്റമൊന്നും വരില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ആ ഒരു ലെവൽ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് സംഭവിച്ചാലും -ഡിഗ്രിയിലേക്ക് പോയാലും ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇത്രയും കാലം ഇവരൊന്നും ഒരു സംഗതിക്കും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ടൂറിസം ഇവർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ വന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാർക്ക് തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1.5 വർഷമായിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഇത് പുതിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ സൗത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനത്തെ എല്ലാ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനത്തെ പല പല ഇത് ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ഇതാണ് നമുക്കെല്ലാം പോയിട്ട് കാണാൻ വേണ്ടിയിട്ട്. പണ്ട് ഇതിനൊന്നും ഒരു ചാൻസ് ഇല്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇവിടെയുള്ള പ്രകൃതിയിലുള്ള ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിനോട് ചേർന്ന് ഇതൊരു പാർക്കാക്കി മാറ്റിയതാണിത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ സ്ഥലം. എന്താ പറയുക, ഇന്ന് ചുറ്റും നോക്കിയാലും സൂപ്പറാണ്. നമുക്ക് കണ്ടെടുക്കാൻ തോന്നില്ല. അത്ര അടിപൊളി സ്ഥലം കേട്ടോ. മരുഭൂമിയിലെ പച്ചപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ അങ്ങനെ ഇപ്പോൾ ഈ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സൗദിയിൽ ഇത്രയും മഴ പെയ്യുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നിൽക്കുന്ന സമയത്ത് പണ്ടേ നമ്മൾ കാണില്ല, എപ്പോഴെങ്കിലും കൊല്ലത്തിലൊരിക്കലൊക്കെ ഒന്ന് ചാറിപ്പോയാലായി ഒരു 5 മിനിറ്റൊക്കെ പെയ്യുള്ളൂ. അതോടുകൂടി തീരുകയും ചെയ്യും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നാട്ടിലത്തെ ക്ലൈമറ്റ് പോലെയാണ് ഇപ്പോൾ ഉള്ളത്. എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് മഴ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു മൊത്തം മലകളും മരുഭൂമിയിലും ഒക്കെ പച്ചയാണ് വരുന്നത്. പച്ചപ്പാണുള്ളത് കേട്ടോ. നല്ല പച്ച കളറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ലേഡീസൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരാൾ സൺറൈസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സ്ലാപ്പൊക്കെ ഓണാക്കി വെച്ചതാണ്. ഞാനിപ്പോൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു എന്താ പറയുക ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. കാരണം ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ നാളെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതിൽ അവിടെ തന്നെ നിന്നതാണ്. അപ്പം നേരം വെളുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അന്നേരം കുറച്ചും കൂടെ ലൈറ്റൊക്കെ കുറച്ചും കൂടെ വരുന്ന സമയത്ത് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ആ സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഒരു പുക പോണത് കണ്ടില്ലേ. അപ്പം അന്ന് രാവിലെ മുതലേ ഇവിടെ ആൾക്കാർ കുളിക്കാനും ഈ ഒരു സ്റ്റീം ബാത്ത് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ. ഈ ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചത് എന്താണെന്നറിയോ, നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ബാത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അത്. അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പൈസയും കൊടുത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സ്റ്റീം ബാത്ത് ഉണ്ടല്ലോ. ഈ സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആയുർവേദത്തിൽ അതൊരു ട്രീറ്റ്മെൻറ്റാണ്, നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ അത് ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും വേണ്ട, ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ഓരോ ഹട്ടിലും ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റീമാണ് കണ്ടോ. ഇത് അടിയിൽ നിന്ന് വരുന്ന ആ ഒരു തിളച്ച വെള്ളത്തിൻ്റെ സ്റ്റീമാണിത്. അതിൽ കയറി ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ശരീരത്തിന് ഭയങ്കര ഇതാണ്. ആസ്മ ഉള്ളവർക്കും അലർജി ഉള്ളവർക്കൊക്കെ നല്ലതാണെന്നാണ് ആയുർവേദത്തിലൊക്കെ പറയുന്നത്. അത് നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഇത് നാച്ചുറലായിട്ടുള്ള ഒരു സ്റ്റീമാണിത് കണ്ടോ. ഇപ്പോഴും ഇവിടെ നല്ല ആ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിന് ഒരു മാറ്റവും ഇല്ല, ഇങ്ങനെ തന്നെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ പകൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പകലാണ് ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യണത്. സംഭവം അടിപൊളിയാണ് കേട്ടോ, നമുക്കൊരു വിശ്വസിക്കാൻ പ്രയാസമായിട്ട് തോന്നണം. ഈ ഒരു ഇതെങ്ങനായിരിക്കും എന്താണ് ഇതിൻ്റെ ഒരു പിന്നിലെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇത് വലിയ എന്താ പറയുക ഏക്കർ കണക്കിന് സ്ഥലത്തുള്ളൊരു പാർക്കാണ് കേട്ടോ, ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ ഇവിടെ ടെൻറ്റ് കെട്ടിയത്. അപ്പോൾ അതാ ഈ ഒരു സ്റ്റീം ബാത്തിൻ്റെ ഇപ്പം തൊട്ടപ്പുറത്ത് കണ്ടില്ല, ആ ഒരു സ്ഥലത്താണ് നമ്മളവിടെ ടെൻറ്റ് കെട്ടിയത്. ഇപ്പോൾ ഇവർ കുളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഇനിയാണ് ഉണ്ടായതോ. കുഞ്ഞിറങ്ങണേ നല്ല കണ്ടിട്ട് ഒരു ടോപ്പ് കണ്ടന്റ് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് എന്താ പറയുക, ഈ ഒരു ചെറിയ ചൂടുവെള്ളമാണിത്. അപ്പോൾ അതിൽ കുളിക്കാമെന്ന് പറയുന്നത് നല്ല രസമായിരിക്കുമല്ലോ, അടിപൊളിയാണ്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞാൻ മാത്രമേ ഇറങ്ങാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഇറങ്ങി. ഇന്നലെ ഇന്നുമായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതവരെ പല രീതിയിലുള്ള പോസിങ്ങും ഒക്കെയാണ് കാണുന്നത്. റെഡി 1 2 3. అట్లాగా ఉంది. വിന്നർ ആൻസ് വിന്നർ ആൻസാ. എതിരാളികളില്ല. അപ്പോൾ മുങ്ങൽ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കയറാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് വിടുന്നുള്ളൂ, ഇവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിടാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വിട്ടു കേട്ടോ. അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരുഭൂമിയിലെ എന്താ പറയുക കളറ് മാറി എന്നുള്ളത്, ഫുള്ള് പച്ചപ്പായി എന്നുള്ളത് എല്ലായിടത്തും. ഇതിപ്പോൾ ഈ പാറ ആണ് അപ്പുറം ഇപ്പുറം കാണുന്നത്, തൊട്ടപ്പുറത്ത് ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പോൾ നല്ല എന്താ പറയുക ഗ്രീനറി ഉള്ള സ്ഥലമാണ്, അപ്പുറം ഇപ്പുറമൊക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ പകുതി യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു ഇത്രയും ആടിന് കേട്ടോ, മന്തിക്കൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ചായയും ചെറിയ രീതിയിൽ ഒരു ഫുഡൊക്കെ ഒന്ന് അടിച്ചു, എന്നിട്ട് മാറ്റി പിന്നെ നമ്മൾ യാത്ര ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ ഇത് കണ്ടോ, അടിപൊളിയാണ് സ്ഥലം എന്ന് പറഞ്ഞില്ല, ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു സൗദി ആയിട്ട് തോന്നുന്നില്ല, വേറെ എവിടെ പുറത്തുള്ള സ്ഥലത്ത് പോയ പോലാണ് തോന്നുന്നത്. അത്രയും ഭംഗി, അത്രയും എന്താ പറയുക, എവിടെ തിരിഞ്ഞാലും ഭംഗി എന്ന് പറഞ്ഞല്ലോ. വിജേഷനാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് മതിയാവണില്ല, അത്രയും എന്താ പറയുക ഒരുപാട് എടുത്തിട്ടുണ്ട്. അത് കുറേ വെട്ടിച്ചുരുക്കി ഇങ്ങനെ ആക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ എടുത്തത് കേട്ടോ. ഒരുപാട് ലെങ്തി ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനും പ്രയാസമായിരിക്കുമല്ലോ. ഇപ്പോൾ അതാ മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ കണ്ടോ വെള്ളം ഇത്രയും ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുക അപ്പുറം ഇപ്പുറമൊക്കെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് തന്നെ എല്ലായിടത്തും വെള്ളമായി. ഈ വെള്ളം എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൈറ്റിലേക്കാണ് പോണത്. അൽബാഹ എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണ്, ചുരം കയറി പോകേണ്ട സ്ഥലമാണല്ലോ. അപ്പോൾ ഈ ഒരു മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണിത്.
അപ്പോൾ ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം താഴെയുള്ള ആൾക്കാർക്കാണല്ലോ ബാധിക്കുക, മേലെ നിൽക്കില്ല, അവിടെ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തൊട്ടടുത്ത് കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പം ഈ ഒരു മലവെള്ളം ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് അവിടെ നിർത്തിയിട്ട് ഇത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എന്താ പറയുക, അത്രയും സ്ട്രോങ്ങിലാണ് ഇത് വരുന്നത്, ഒരു പുഴ പോലെ. അങ്ങോട്ട് വീണോണ്ടേ, അങ്ങോട്ട് പോരെ. മാഷാ അല്ലാ, എത്രയും വെള്ളം നമ്മൾ മരുഭൂമിയിലെ നീരുറവാന്നൊക്കെ പറയേണ്ടി വരും. പിന്നെ മരുഭൂമിയിൽ ഇങ്ങനെ കാണില്ലല്ലോ. ബസ് ഡോർ ലോക്ക് ചെയ്തില്ല അവനെ? അവനപ്പൻ്റെ കാറ് എന്തിനും മൊബൈലിലുണ്ട്. ഇത്രയും ഇതുള്ള ഒരു മരുഭൂമിയിൽ ഇത്രയും വെള്ളം നമ്മൾ കാണുകയെന്ന് പറഞ്ഞാൽ, ഇത്രയും ഒഴുക്കിൽ ശക്തിയായിട്ട് ഇങ്ങനെ പോണത് കാണാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ. ഈ ഒരു വിശാലമായ ഇത്രയും വലിയൊരു മരുഭൂമിയിൽ ഭയങ്കര ഭംഗിയാണ്. അപ്പുറം ഇപ്പുറമൊക്കെ വെള്ളം പോണത് കണ്ട് ശരിക്കും നമ്മളെ പുഴ, ഒരു അറ്റമില്ലാത്ത പുഴ പോണ പോലാണ് പോണത്. ഈ കാണുന്ന മുഴുവനും വെള്ളം ഒലിച്ചു പോണതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡൊക്കെ വെള്ളം നിറയാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടും കൽപ്പിച്ചാണ് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കാമെന്നുള്ളതിൽ ഒന്ന് സൈഡിൽ നിന്നതാണ്. ഞങ്ങൾ 3 വണ്ടിയിലായിട്ടാണ് പോയത് കേട്ടോ. 6 ഫാമിലി, 2 ഫാമിലി, ഒരു കാർ എന്നുള്ളതിൽ അങ്ങനെയാണ് പോയത്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അടിപൊളി സ്ഥലം, നമുക്ക് എന്താ പറയുക, കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും പ്രകൃതി ഭംഗി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത്രയും അടിപൊളിയാണ് സ്ഥലം. കണ്ടാൽ പൂതി തീരാത്ത അത്രയും നല്ല അടിപൊളി സ്ഥലം. ഫ്രണ്ടൊക്കെ നോക്ക് നിങ്ങൾ, എന്തൊരു ഭംഗിയുള്ള സ്ഥലമല്ലേ. മാഷാ അല്ലാ, ഭയങ്കര ഭംഗി. ഇപ്പോൾ അതാ ഞങ്ങളെ വണ്ടി തൊട്ട് ബാക്കിലുള്ള ജമാലിൻ്റെ വണ്ടിയാണ്. പിന്നെ കുഞ്ഞിൻ്റെ വണ്ടി അതിൻ്റെ ബാക്കിലാണെന്ന് തോന്നുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. അപ്പോൾ ഈ സൗദിയിൽ താമസിക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ റിയാദ്, മറ്റേ ദമാം, അൽഖബാറിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് ഇതൊക്കെ. അടിപൊളി. എന്താ പറയുക, ഇങ്ങനെ ഇത്രയും നല്ല സ്ഥലങ്ങൾ സൗദിയിലുണ്ടോ എന്നുള്ളത് സംശയമായി പോകണം. അത്രയും എന്താ പറയുക, വിശ്വസിക്കാൻ പ്രയാസമുള്ള അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറിയ പ്രായം മുതൽ ഞാനിവിടെ സൗദിയിലുണ്ട്. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒന്നാമത് നമ്മൾ സൗദി തന്നെ അങ്ങനെ ഈ ഒരു എന്താ പറയുക, ടൂർ പോണ പോലെ പോവൽ കുറവാണ് കേട്ടോ. റിയാദിലും ദമാമിലും അങ്ങനെയൊക്കെ നമ്മൾ ഫാമിലി വിസിറ്റിന് വേണ്ടിയിട്ട് പോവും. അവിടെ 2-3 ദിവസം നിന്നിട്ട് വരും എന്നല്ലാണ്ട്. പിന്നെ അസ്ലങ്കാക്കും ഇഷ്ടം പുറമെയുള്ള സ്ഥലങ്ങൾ പോകാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തുള്ള സ്ഥലങ്ങളിലേക്കാണ് പോവൽ. ടൂറ് പോയതിന് കണക്കൊന്നുമില്ല, അത്രയും പോയിന്. പക്ഷേ അതൊക്കെ പുറത്തുള്ള സ്ഥലമാണ് പോയത്. ഇതിപ്പോൾ ആദ്യമായിട്ടൊരു അനുഭവമാണ് കേട്ടോ. അടിപൊളി. എന്താ പറയുക, അത്രയും എനിക്കിഷ്ടപ്പെട്ടു. അത്രയും സൂപ്പർ, എന്താ പറയുക, നമുക്ക് പറയാൻ വാക്കില്ല, അത്രയും അടിപൊളി സ്ഥലം. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളെ സൈഡിലുള്ള വ്യൂ ഒക്കെയാണ് കാണുന്നത്. ഒട്ടകങ്ങൾ വരിയായി അതൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ റോഡിന് ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ള. എല്ലാ വണ്ടികളും നിർത്തിയത് കണ്ട്. അപ്പോൾ നമ്മളും അവിടെ സ്റ്റോപ്പ് ചെയ്ത്, എന്താണെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ മഴവെള്ളം, ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിറങ്ങി വന്നിട്ട് റോഡ് പൊളിയാൻ തുടങ്ങി. റോഡ് ഇങ്ങനെ പിളരാന്ന് പറയില്ല, അങ്ങനെ പിളർന്നിട്ട് രണ്ടായിട്ട് മാറി. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് റോഡ് പകുതി മുറിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോണതാണ് കാണുന്നത് കേട്ടോ. അത്രയും ശക്തിയിൽ പോവുകയാണ്. അപ്പോൾ അതോടുകൂടി വാഹനം അവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് ഗതാഗതം നിർത്തി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രോങ് കണ്ടോ, ഈ ഒരു എന്താ പറയുക, പുഴയത്തെ വെള്ളമൊക്കെ പോണ പോലെയാണ് പോണത് കേട്ടോ. അത്രയും സ്ട്രോങ്ങിൽ ഒഴുക്കുള്ള വെള്ളം. പുഴയിൽ ഒഴുക്കുണ്ടാവില്ല, എന്നാലും ഇത് ഒഴുക്കുള്ള വെള്ളമാണ്. അത്രയും ശക്തിയിലാണ് ഇത് പോണത്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം ഇവിടെ കുടുങ്ങി കേട്ടോ. ആകെ ബേജാറായിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ആ ഒരു സ്ട്രോങ്ങിൽ വെള്ളം പോയതിൻ്റെ അതിലുള്ള വെള്ളത്തിൻ്റെ പതയാണിത്. അപ്പോൾ 2 ഭാഗത്ത് കൂടെ ആയിട്ടാണ് പോണത്. അപ്പോൾ റോഡിൻ്റെ പകുതി ആണെങ്കിൽ പകുതി അവിടെ താന്നു പോയിട്ട് അങ്ങോട്ട് വെള്ളം ഇറങ്ങുകയാണ് ചെയ്യണത് കണ്ടോ. ആ ഒരു പകുതി റോഡ് അവിടെ മുറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വെള്ളം ഇറങ്ങുകയാണ്. അങ്ങനെയാണ് ഈ വെള്ളം ശക്തിയിൽ പോണത്. അപ്പോൾ ഇനി നമ്മൾ ഒരു വണ്ടി അതിൽ കൂടെ പോണ സമയത്ത് ചിലപ്പോൾ അവിടെ പിന്നെയും താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ. നമ്മളാകെ എല്ലാവരും ശരിക്കും പേടിച്ച് എന്ത് ചെയ്യും എന്നുള്ള. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ 2 ഭാഗത്തേക്കും പോകാൻ പറ്റില്ലല്ലോ. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല.
അങ്ങനെ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴാണ് വേറൊരു വണ്ടി ഒരു ധൈര്യത്തിൽ എടുക്കുന്നത് കാണിച്ചു തന്നത്. അപ്പോൾ അവരങ്ങോട്ട് പോകണമെന്ന് കണ്ടപ്പോൾ നമ്മൾ അത് നോക്കി ഇന്ന് അവരെങ്ങനെയാണ് പോയെന്നുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് അവർ പോണത് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു വണ്ടി അപ്പുറം കിടക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരു ധൈര്യമായി. അങ്ങനെ നമ്മളും പിന്നെ അതിൻ്റെ പിറകെ തന്നെ നമ്മളും ഇറങ്ങി കേട്ടോ. അപ്പം എല്ലാ ദിക്കറും ചൊല്ലി നമ്മളും ഇറങ്ങി. ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യുന്നു കേട്ടോ. ആകെ ബേജാറായിരുന്നു. എന്താ ഒരു പേടിയാണല്ലോ, എന്തെങ്കിലും ആയിപ്പോയാലും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ആകെ നമ്മൾ കൊടുക്കൂലേ. ഒരാളോട് പറയാൻ പോലും പറ്റൂലല്ലോ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ അൽഹംദുലില്ലാ നമ്മളെ വണ്ടി ഇങ്ങോട്ടെത്തി. ഇനിയിപ്പോൾ അടുത്ത ജമാലിൻ്റെ വണ്ടി നോക്കുകയാണ്. മുന്നിൽ കുഞ്ഞിൻ്റെ വണ്ടി ആദ്യം എത്തി കേട്ടോ. അപ്പോൾ ജമാലിൻ്റെ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 വണ്ടിയും ഇങ്ങോട്ടേക്ക് എത്തിയതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് യാത്രയൊക്കെ ഫുള്ള് കേട്ടോ. അപ്പോൾ അതാ ഒരു എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇനി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മുന്നോട്ട് പോണ യാത്രയിലുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയായിരുന്നു. സൂപ്പർ, എന്താ പറയുക, ഒന്നും പറയാനില്ല. ഇത്ര അടിപൊളി സ്ഥലങ്ങളാണ് അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ളത്. എന്തൊരു ഭംഗിയാണെന്നറിയാം. സമയങ്ങളുണ്ട്, വാ തിരിച്ചു പോവാ. ചങ്ങായി 1 മണിക്കൂറായി ഇവിടെ പോവാ. أشهد أن محمدا رسول الله أشهد أن محمدا അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ആ ഒരു ഹിസ്റ്റോറിക് പാലസിൽ എത്തിയിട്ടുണ്ട്. പാലസ് അല്ല, ഹിസ്റ്റോറിക് പ്ലേസ് എന്നാണ് ഇതിന് പറയുക. ഡി അലൈൻ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇത് ഒരു 400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. അതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഒന്ന് ഇതാക്കി എടുത്തതാണ്. ഒന്ന് പുനരാവിഷ്കരിക്കുക എന്ന് പറയില്ല, അങ്ങനെ ആക്കി എടുത്തതാണിത്. അപ്പോൾ ആ ഒരു അവർ അന്ന് ചെയ്ത അതേ രീതിയിലുള്ള അതേ ഇതിൽ ഒന്ന് പുതിയതാക്കി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിപ്പോൾ ടൂറിസ്റ്റൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നല്ല ഭംഗിയൊക്കെ ആക്കി എല്ലാം നല്ല റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള മൊത്തം ചരിത്രങ്ങളും ഒക്കെ ഇതിനെപ്പറ്റി ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഗോത്രക്കാരുടെ ഒരു ചരിത്രം പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എന്താണെന്നുള്ളത് അതിനെ പറ്റിയിട്ടൊക്കെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വായിച്ച് നോക്കിയാൽ ഇപ്പോൾ ഉണ്ടാവും. ഞാനിപ്പോൾ മൊത്തത്തിലൊന്ന് സ്പീഡാക്കിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്ലോയിലൊക്കെ അത് നന്നായിട്ടൊന്ന് വായിക്കുകയാണെങ്കിൽ പറയാൻ പറ്റും. അതിൻ്റെ മൊത്തം ഫോട്ടോസാണ് ഇത് കേട്ടോ. ഇതാണ് ആ ഒരു ഡി എൽ ഐ എന്നുള്ള ആ ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ഉണ്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു രീതിയിൽ ആ സെയിം ഇതിൽ ഇപ്പം മാറ്റിയെടുത്തതാണ് ഈ ഒരു നമ്മളിപ്പോൾ കയറാൻ വേണ്ടി പോണ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സന്തോഷ് ജോർജ് കുളങ്ങര വന്ന സമയത്ത് ഇത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം നല്ലൊരു എന്താ പറയുക, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനൊക്കെ ആ വീഡിയോസ് കണ്ടാലും മനസ്സിലാവും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടത്. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം. അപ്പോൾ പണ്ട് ഈ ഒരു ഇത് പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവരുപയോഗിച്ച പാത്രങ്ങളും അങ്ങനത്തെ ഒക്കെയാണ് ഇവിടെ ഈ ഇതിലാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. ഇത് പിന്നെ സൗദീൻ്റെ ഹിസ്റ്ററി പറയുന്ന കുറച്ച് ഫോട്ടോസൊക്കെ അതും ഉണ്ട്.
അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ എല്ലാം ഇവിടെയൊക്കെ കൃഷി ചെയ്ത് ഈ ഒരു ഹിസ്റ്റോറിക് പ്ലേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരുഭൂമിയിലെ പച്ചപ്പ് എന്ന് പറയുന്ന ഇവിടെ കുറേ കൃഷികളുണ്ട്. ആ കൃഷിയോട് ചേർന്നാണ് ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇവിടെ താമസിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഈ ഒരു കൃഷിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് വെള്ളം എന്താ പറയുക പ്രകൃതിയിൽ നിന്ന് തന്നെ കുറച്ച് നീർച്ചാലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഒരു വെള്ളം അരുവി എന്നൊക്കെ പറയില്ല നമ്മൾ, ഇങ്ങനെ വെള്ളച്ചാട്ടം പോലത്തെ, അത് ഒരിക്കലും നിലക്കാത്ത ഒരു വെള്ളച്ചാട്ടമായിട്ടാണ് കാണുന്നത്. അത് ഏത് കാലാവസ്ഥയിലും ആ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവരിവിടെ കൃഷി ചെയ്യുന്നത്. പണ്ട് അവർ ചെയ്തത് ഇന്നും അതേപോലെ തന്നെ അത് ഇവിടുത്തെ ഗവൺമെൻറ് അതിങ്ങനെ എന്താ പറയുക അതിങ്ങനെ കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയുള്ള കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സൊക്കെ ഏതാണെന്നും അതൊക്കെയാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ള. പിന്നെ ആർട്സ് ആൻഡ് കൾച്ചർ, അത് ഈ അറബ്സിൻ്റെ അതും അങ്ങനത്തെ ഒക്കെയാണ് ഇതിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റേ പഴമാണ് ഏറ്റവും വലിയ ഇതായിട്ട് കൃഷിയായിട്ട് ചെയ്യുന്നത്. പഴം, പിന്നെ അത്തിപ്പഴം, അനാറ്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാനും കിട്ടും. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാനല്ല, അങ്ങനെ ഈ ഒരു ഭക്ഷണമായിട്ട് തരുന്നത് കേട്ടോ. ഭക്ഷണമായിട്ട് അവിടുന്ന് കഴിക്കാനും വേണ്ടി പറ്റും. അതൊക്കെ ഇവിടെ റെഡി ഉണ്ട്, അതൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് ഒന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അതിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആദ്യം ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ഇതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത്. ഒരു ചെറിയ മട്ടത്തിലൊരു ഐഡിയ കിട്ടും നമുക്ക്. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം കയറി കഴിഞ്ഞാൽ. ഇപ്പോൾ അത് അങ്ങോട്ടേക്ക് കയറാണ്. ഇതിൻ്റെ താഴെ കണ്ടോ, ഇതാണ് കൃഷി സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പച്ചപ്പ് കണ്ടില്ല, മരുഭൂമിയിൽ ഇത്രയും പച്ചപ്പുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇതായിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ കയറിപ്പോണ ഒരു വീട് പോലെയാണുള്ളത്. ചെറിയ ചെറിയ റൂമുകളും ഒക്കെ ആയിട്ട് നല്ല രസത്തിലാണ് ഇത് ഉള്ളത് കേട്ടോ. വെച്ചാൽ പാറക്കല്ലല്ല, നമ്മളെ കടപ്പ പോലത്തെ ഒരു കല്ല്, അതുപോലത്തെ ഒരു കല്ല് വെച്ചിട്ടാണ് ഇത് മുഴുവൻ കെട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ പണ്ടത്തെ ആ ഒരു രീതി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണിത്. അപ്പോൾ അതുകൊണ്ട് എന്തൊരു ഭംഗിയല്ലേ. അപ്പം പിന്നെ ആണെങ്കിൽ ഭയങ്കര വൃത്തിയാണ്. നമുക്ക് എന്താ പറയുക ജോർജ് കുളങ്ങര പറയുന്ന പോലെ തന്നെ ഈ ഒരു വൃത്തി കാണുമ്പോഴാണ് നമുക്ക് നമ്മളെ നാടിനെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോണത്. അത്രയും വൃത്തിയാണ് കേട്ടോ. നല്ല രീതിയിലാണ് കൊണ്ട് നടക്കുന്നതും. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. ഇതിൻ്റെ മേലെ വരെ കയറിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കലും അങ്ങനത്തെ ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ പകുതി വരെ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് റീന കയറി, വിജേഷിൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കാൻ, നിങ്ങൾ കയറി വാന്ന് പറഞ്ഞിട്ട് അവർ കയറിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ പിന്നെ പകുതിക്കിലെത്തിയപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി കയറുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ താഴെയുള്ള ഒരു റൂമിൽ കയറിയതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ മേലെയൊക്കെ ഫുള്ള് മരം കൊണ്ടാണ് ഇതിൻ്റെ മച്ചൊക്കെ കണ്ടോ. മച്ചിലൊക്കെ ഫുള്ളായിട്ട് മരം വെച്ച് ചെയ്തതാണ്. മതിൽ മൊത്തം ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ കടപ്പ പോലത്തെ ഒരു കല്ല് വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ഡോറൊക്കെ നല്ല ഭംഗിയുള്ള ഡോറൊക്കെ മരത്തിൽ ചെയ്തത്, ഫുൾ മരമാണിത്. അപ്പോൾ അവിടുന്ന് കയറി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് മേലോട്ട് കയറാം. പിന്നെ താഴോട്ട് ഇറങ്ങിയാൽ താഴെയാണ് ഞാൻ പറഞ്ഞ കൃഷി സ്ഥലം. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ ആൾക്കാർ പണ്ട് നിസ്കരിക്കാൻ ഉപയോഗിച്ച ഒരു ചെറിയൊരു പള്ളി പോലെ അതും കെട്ടി വെച്ചു കേട്ടോ. അതും താഴെ ഉണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ മേലോട്ടേക്ക് നമുക്ക് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി പോകാൻ വേണ്ടി പറ്റും ഓരോരോ സ്ഥലത്തായിട്ട്. അപ്പോൾ അത് അടുത്ത ഒരു റൂമിലേക്ക് നമ്മൾ കയറിയതാണ് കേട്ടത്. ഇങ്ങനെയാണ് ഉള്ളുണ്ടാവുക. അപ്പോൾ ഇത് കണ്ട അങ്ങനെ 2 റൂമും ഒരു ഹോളൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നും. എന്നിട്ട് അതിൽ തന്നെ മേലോട്ടേക്ക് കയറാനുള്ളതും ഒരു ചെറിയൊരു വീട് പോലെ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വേറെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ കൂട്ടിച്ചേർത്തതാണ് ഈ ഒരു മൊത്തം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു വീട് തന്നെ ഒന്നിൽ തന്നെ അങ്ങനെ മൊത്തം സ്റ്റെപ്പ് കയറി മേലെ എത്തലല്ല. ഓരോന്നും സെപ്പറേറ്റ് ആണ്. ഒന്നിലിങ്ങനെ താഴെ 2 റൂം ഉണ്ടാവും. മേലെ കയറിയാൽ ഒരു വലിയ ഹോളും അതേപോലെ തന്നെ ഒരു മുറ്റം പോലത്തെ ഒരു ചെറിയൊരു സ്ഥലവും. അതാണ് ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പം മേലാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറാണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. അപ്പോൾ ഈ 2 താഴെയും ഈ ഒരു ഫ്ലോറുമാണ് ഒരു വീട്ടിലുണ്ടാവുക. ഇതിപ്പോൾ കണ്ടോ, ഇത് മേലാണ്, ഫസ്റ്റ് ഫ്ലോറാണിത്. ഇങ്ങനെ വലിയൊരു ഹോള് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ജനലൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. അസ്ലങ്കത താഴെ ഉണ്ട്. അപ്പോൾ ഞങ്ങളാണ് കയറിയത് കേട്ടോ. അസ്ലങ്കത പണ്ട് ഒരിക്കൽ കയറിയെന്ന് പറഞ്ഞിട്ട് പിന്നെ കയറിയിട്ടില്ല. അപ്പോൾ ഞാനിത് വരെ ഇത് പറഞ്ഞല്ലോ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഞാനിത് കണ്ടിട്ടുമില്ല കയറിയിട്ടുമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കയറിയതാണ്. അപ്പോൾ ഈ താഴെ കാണുന്ന ഇത് മൊത്തം ഉണ്ടല്ലോ, ഈ പച്ചപ്പ് എന്ന് പറയുന്നത് മൊത്തം കൃഷിയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഇവിടെ ചെയ്യണ കൃഷി എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇത് ഇവിടുന്ന് മേലെ കയറിയിട്ട് ചുറ്റും നോക്കുകയാണെങ്കിൽ എന്തൊരു ഭംഗി എന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും ഈ ഒരു സീനറീസൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടാണ് കാണല്. ഇങ്ങനെ പിക്ചർ വരച്ച പോലത്തെ നമ്മൾ കാണലില്ലേ, വലിയ ഇതായിട്ട് നമ്മൾ വീട്ടിൽ തൂക്കാനും അങ്ങനത്തെ ഒക്കെ വാങ്ങുന്ന ഫോട്ടോസ്, അതൊക്കെ ശരിക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് വരയ്ക്കണതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത്രയും ഭംഗിയുള്ള സ്ഥലം, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ പഴയ ഈ ഒരു ചരിത്ര കഥകളിൽ ഉള്ള സ്ഥലത്ത് പോകാന്ന് പറയുന്നത് അതൊരു പ്രത്യേക രസമാണല്ലോ അല്ലേ.
അപ്പോൾ അത് അവിടെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഇതിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു പകുതിയോളം നമ്മളിപ്പോൾ കയറി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ. ഇനി ഒരു പകുതിയും കൂടാണ് കയറാനുള്ളത്. അപ്പോൾ അത് ഓരോന്നൊന്നും ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവും. അത് കണ്ടോ പുറമേയുള്ള സ്റ്റെപ്പാണിത്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറിയാലാണ് അടുത്തയിലേക്ക് ഇങ്ങനെ പോവുക. ഇത് പുറത്തുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഈ ഓരോന്നും അതിൽ കാണുന്നത് ഓരോന്നും സെപ്പറേറ്റ് വീട് പോലെയാണ്. അപ്പോൾ അത് ഏകദേശം ഓൾമോസ്റ്റ് ഒരു പകുതിൻ്റെ അധികം കഴിഞ്ഞിട്ടുള്ളതാണിത്. അവിടെ നിന്നുള്ള വ്യൂ ആണിത് ചുറ്റിലേക്കുള്ളത്. മാഷാ അല്ലാ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുത്ത ആൾക്കാരൊക്കെ പണ്ട്, ഇന്ന് പിന്നെ ഒരുപാട് എന്താ പറയുക ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷേ പണ്ട് ഈ ഒരു ഇങ്ങനെ കല്ല് ചെത്തി മിനുക്കി ഇങ്ങനെ ആക്കി എടുക്കേണ്ടിട്ടുണ്ടെങ്കിൽ എത്ര പ്രയാസം ഉണ്ടാവും. അത്രയും ആൾക്കാരുടെ ഒരു കരവിരുതും കഷ്ടപ്പാടും ഒക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടാവുക. അത്രയും ഭംഗി എന്താ പറയുക നമ്മൾ മറ്റുള്ള സാധാരണ കല്ല് വെച്ച് ഉണ്ടാക്കുന്ന അതിന് പോലും ഇത്ര ഭംഗി ഉണ്ടാവില്ല. അത്രയും ഭംഗിയുള്ളൊരു ഇതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ദൂരെയൊക്കെ കാണുന്നത് മലകളാണ്. വളരെ ഭംഗി. ശരിക്കും ഇവിടെ കണ്ട് കഴിയണമെങ്കിൽ കുറച്ച് സമയം വേണം കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കണ്ടത്. കാരണം ഒരു ദിവസം തന്നെ അത് ഫുള്ള് കണ്ടിട്ട് അങ്ങ് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഉച്ചക്കാണ് എത്തിയത്, നട്ടുച്ചക്ക്. പിന്നെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ തന്നെ സെക്യൂരിറ്റി വന്നിട്ട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോഴത്തേക്കും ഏകദേശം നമ്മൾ മുകളിൽ വരെ കയറിയിട്ടാണ് ഇറങ്ങിയത്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കൃഷി സ്ഥലത്തേക്ക് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതും കൂടെ ഒന്ന് കാണാം. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്നത് മൊത്തം ഔഷധ ചെടികൾ എന്നാണ് പറയുന്നത് കേട്ടോ. മരങ്ങളൊക്കെ എല്ലാം ഔഷധ മരങ്ങളാണെന്നാണ് പറയുന്നത്. എല്ലാം എന്തൊക്കെയോ ഇതായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ മരത്തിനൊക്കെ തന്നെ ഒരുപാട് പ്രായം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 400 വർഷം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ മരങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളത്. അത്രയും വലിയ വലിയ എന്താ പറയുക മുതുക്കൻ മരങ്ങൾ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ താഴെ ഈ പറഞ്ഞ പോലെ ഈ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ മേലെ നിന്ന് വരുന്ന ഈ നിർച്ചാലെന്ന് പറയുന്നത് കേട്ടോ. ഈ വെള്ളം എന്ന് പറയുന്നത് ഈ വെള്ളം ഇങ്ങനെ പോയിട്ട് ഈ ഒരു കൃഷി സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഇടയിലൊക്കെ കൃഷിയാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം വലിച്ചിട്ടാണ് ഈ മൊത്തം കൃഷി ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ഒരു വെള്ളത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഇതിപ്പം വാഴത്തോട്ടാണ് കണ്ടോ. ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടി ഞാൻ ഈ കാണിച്ച വെള്ളത്തിൻ്റെ ഇതാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റി പോലെയാണ് ആക്കിയെടുത്തത്. ഇത് മൊത്തം കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. നമ്മൾ വരച്ച് വെച്ച പോലെയാണ് നമുക്കിത് തോന്നുക കാണുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ. അത് കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഇനിയിപ്പോൾ അൽബാഹയിലേക്കുള്ള യാത്ര പിന്നെ നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ ഈ ചുരം കയറാണ്. ചുരം ഇങ്ങനെയാണ് കേട്ടോ. ഈ ടണൽ വഴിയാണ് ഇങ്ങനെ ചുരം ഉള്ളത്. ഭയങ്കര അത് നല്ല ഭംഗിയുള്ള യാത്ര തന്നെയാണ്. എന്തൊരു ഭംഗിയാണ് മുന്നോട്ട് കാണാൻ. ഇതാണ് ചുരം. ഇത് മേലെ എത്തിയാലാണ് നമുക്ക് അൽബാഹ എത്തുക. അപ്പോൾ ഒരു ഏകദേശം അൽബാഹ എത്താനായപ്പോൾ മുതൽ പിന്നെ കോട വന്നു കേട്ടോ. കോട ഇറങ്ങിയിട്ട് പിന്നെ ഈ ഒരു രീതിയിലാണുള്ളത്. പിന്നെ മെല്ലെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഭയങ്കര ശ്രദ്ധിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ കോട ഇറങ്ങിക്കഴിഞ്ഞാൽ. പക്ഷെ അതും ഒരു പ്രത്യേക അനുഭവമാണ്. ഇങ്ങനെ കോട ഉള്ള സമയത്ത് യാത്ര ചെയ്യാന്ന് പറയുന്നത് അതും ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. മാഷാ അല്ലാ. പിന്നാണ് നല്ല തണുപ്പുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എത്തിയത് ഇവിടെ അൽബാഹയിലുള്ള റഗ്ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയിട്ട് അങ്ങ് നമുക്ക് റൂം എടുക്കാൻ പോവാന്ന് പറഞ്ഞതാണ്. ഞാൻ പറയാം മറ്റേ മൂന്നാർ തോട്ടത്തിലൊക്കെ മഴയോ പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഭയങ്കര തണുപ്പ് കൂടി. ഒരു -ഡിഗ്രി ഒക്കെ തോന്നണ പോലെ ഫീൽ ചെയ്യണ പോലെ. പറയുമ്പോൾ 5 ഡിഗ്രി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്കൊരു മൈനസിൻ്റെ ഫീലിംഗ് ആണ് വന്നത്. കാരണം നമ്മൾ അത്ര തണുപ്പുള്ള സ്ഥലത്തുനിന്ന് വന്നതല്ലല്ലോ. പിന്നെ നല്ല തണുപ്പായി. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് റൂമിലേക്ക് പോയി. ഇതിപ്പോൾ പിറ്റേന്നാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ മാറ്റി ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളെ റൂമാണ്. ഇനിയിപ്പോൾ താഴത്തേക്ക് പോവുകയാണ്. രണ്ട് വീഡിയോസ് ഇതിലെടുത്തതാ
സാഹസികമായിട്ടുള്ള കാര്യം ഞങ്ങൾ കിട്ടാത്ത സാധനം ഒന്നും തരില്ല കേക്ക്. ഇങ്ങോട്ട് വരെ അവിടെ വരെ ഒരു ബിൽഡിംഗ് നമുക്ക് ഇന്നലെ ഇവിടെ ഭയങ്കര പോകുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് പോവാം. അത് നമ്മൾ കണ്ടില്ല കേട്ടോ. നമ്മൾ പോയിട്ട് മൂടിയിട്ട് നമ്മളത് കണ്ടില്ലല്ലോ. അപ്പൊ നമ്മൾ പോയല്ല. ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചായി ഇനിയിപ്പോൾ മാറ്റി പിന്നെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കണ്ട മലമുകളിലൊക്കെ ഫുള്ള് എന്താ പറയുക പച്ചപ്പാണ്. കംപ്ലീറ്റ് ഇങ്ങനെ ആയിരുന്നില്ല പണ്ട്. ഇതിപ്പം ഒരുപാട് മഴയൊക്കെ പെയ്തപ്പോഴാണ് ഇതിങ്ങനെ ആയെന്നാണ് പറയുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയാൽ ഈ ഒരു യാത്ര തന്നെ ഭയങ്കര രസമായിട്ട് തോന്നി. നമുക്ക് നിർത്താണ്ട് തന്നെ ഇങ്ങനെ പോണ സമയത്ത് തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള കാഴ്ചകൾ ഭയങ്കര ഭംഗി. ഇതിപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു വ്യൂ പോയിന്റ് കിട്ടി. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, ഒന്ന് ഇതാക്കാന്നുള്ള ഇതിലെടുത്തത്. അവിടെ നിന്ന് ദൂരയിൽ കാണുന്ന കണ്ട വെള്ളച്ചാട്ടം, മേലെ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് നേരത്തെ കണ്ടത്. ഭയങ്കര ഭംഗി കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കലും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. ആ വെള്ളച്ചാട്ടമാണ് കേട്ടോ, അത് സൂം ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദം ഉണ്ട് കേട്ടോ, നല്ല ശബ്ദമുണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വിട്ടുവിട്ടു. ആ ഒരു ഇതിൽ നിന്ന് നമ്മളിനിപ്പോൾ വിടാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ആ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. പിന്നെ നല്ല മഴ തുടങ്ങിയിട്ട്, നല്ല മഴത്താണ് പിന്നെയുള്ള യാത്ര എന്ന് പറയുന്നത്. നല്ല മഴ പെയ്തു. അപ്പോൾ ആ മഴയെല്ലാം തന്നെ നല്ലൊരു രസം. മഴയത്ത് പോകാമെന്ന് പറയുന്നത് റോഡൊക്കെ കണ്ടോ, എന്തൊരു ഇതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റാണ് ഇവിടുത്തെ അൽബാഹത്തെ. അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ ഇറങ്ങിയിട്ട് ഏറ്റവും മേലെ കയറാനൊക്കെ പറ്റും. അവിടുന്ന് താഴോട്ടേക്കുള്ള വ്യൂ ആണ് ഇവിടുത്തെ ഇത് ഭംഗി എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3 വണ്ടിയായിട്ട് പോകണമുണ്ട്. ഓരോരുത്തർ നിർത്തിയാൽ പിന്നെ ബാക്കിയുള്ളവർ എത്തണവരെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഇന്നലെ പോയത് ശരി കാണാൻ പറ്റില്ലല്ലോ. കിട്ടിയിട്ടില്ല. നമ്മൾ രാത്രി കോടയിലായി പോയില്ല. ഈ കോടയില്ലാത്ത സമയത്ത് കിട്ടണം. ഈ മഴ നമ്മൾ കളിച്ചെടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് അടുത്ത സമയത്ത് $US എനിക്ക് മാറ്റി തരേണ്ടത്. എനിക്ക് സൗദി റിയാൽ വേണ്ട. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള ആ റഗദാൻ പാർക്ക് തന്നെയാണ്. അവിടേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ കോട ഇറങ്ങി ഇതായതുകൊണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഇന്നിപ്പോൾ ആണെങ്കിൽ നല്ല മഴയാണ്. എന്നാലും വേണ്ടില്ല എന്നുള്ളതിൽ നമ്മളൊന്ന് ജസ്റ്റ് കാണാമെന്നുള്ളതിൽ ഇങ്ങോട്ടേക്ക് കയറിയതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കളിക്കുന്ന പാർക്കൊക്കെയാണ് കൂടുതലായിട്ട്. പിന്നെ വ്യൂ ആണ് കാണാനുള്ളത്. അപ്പോൾ താഴത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം കളിക്കുന്ന ഇതിലൊന്നും നമ്മളെ കൂടുതലിപ്പോൾ ചെറിയ മക്കളൊന്നുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിൽ മഴയായിട്ട് നമ്മൾ വന്നതാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. അതേപോലെ തന്നെ ഈ മഴയത്തുള്ള യാത്രയും. വാസി ഇറങ്ങടാ. അടിയിലൊക്കെ ഫുൾ ആൾക്കാർക്ക് ഇരിക്കാനുള്ള മരങ്ങളും ഇതുമാണ്. എവിടെ പോയല്ല, കാശ്മീരിലൊന്നും പോകേണ്ട ആവശ്യമില്ല.
ഐസിന്റെ ഒരു കുറവേ ഉള്ളൂ അല്ലേ? കാശ്മീരിലൊന്നും പോകണ്ടില്ല അല്ലേ? കാശ്മീരിൽ ഇതുപോലത്തെ ഞാൻ ശ്രീനഗർ ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഉള്ളിൽ കൂടി ഇവിടെ കോട ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ ആ കോടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ കോട ഇല്ല, മഴ ആയതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നുണ്ട്. നമ്മളെന്നാലും വേണ്ടിയില്ല, ഒന്നും മിസ്സാവണ്ട എന്നുള്ളതിൽ നമ്മൾ ഇറങ്ങി നടന്നതാണ്. പാമ്പുകളുണ്ടോ? പാമ്പുകൾ ഇവിടെ എത്തിയപ്പോ മഞ്ഞ് പോയി ഇതിനുള്ളിലേ. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇവിടുത്തെ മഞ്ഞ് പോയില്ലേ. ആ മഞ്ഞിന്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങേണ്ടത്, മഞ്ഞിന്റെ ഉള്ളിലേക്കല്ലേ ഇറങ്ങേണ്ടത്. മഴ 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 ചെയ്യുന്നുണ്ട്, മഴ കൂടുന്നുണ്ട് കേട്ടോ, പണി കിട്ടും. ഇന്നലെ നമ്മൾ പോയിരുന്ന സ്ഥലത്താണ് അസ്ലം ഭായി, പണിയെടുത്തിട്ട് പോന്നാ മതി. അതാ ഇതാ അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഉള്ളൊരു നടത്തം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയുണ്ട്, നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. രണ്ടും കൂടെ ഉള്ള സമയത്തുള്ള ഈ ഒരു നടത്തവും ഈ ഒരു ഇതൊക്കെ തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു തന്നെയായിട്ടാണ് തോന്നിയത്. ശരിക്കും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോരാൻ വേണ്ടി തോന്നില്ല, അത്രയും ഭംഗിയുള്ള സ്ഥലം, ഭയങ്കര രസം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്നുള്ള മേലെ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണുള്ളത്. അവിടുന്ന് താഴോട്ടേക്കുള്ള നമ്മൾ വന്ന വഴിയും അങ്ങനത്തൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര ഭംഗി കേട്ടോ. അതുപോലെ പെട്ടെന്ന് ഇങ്ങനെ സെക്കൻഡ് കൊണ്ടാണ് കോട വന്നിട്ട് മൂടുന്നതും പിന്നെ തെളിയണതും ഒക്കെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി. ഈ കോട വന്ന് മൂടുന്ന സമയത്തൊരു ഭംഗിയാണ്ടോ, മേലെ കണ്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് നമ്മളടുത്തേക്ക് ആ കോട വന്ന് ഇറങ്ങും, പിന്നെ പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഇത്. ഈ മഴയത്ത് നമ്മൾ ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി, ആരും ആടിയിട്ടുണ്ടാവില്ലല്ലോ മഴയത്ത്. അപ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് മഴയത്ത് ഊഞ്ഞാലാടി കേട്ടോ. ആദ്യം ഞാനും റീനയാണ് ആടിയത്. അത് കണ്ടവരാണ് പിന്നെ അസ്ലങ്കി ആടട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നത്. പിന്നെ ഈ പാർക്കിൽ ഇങ്ങനെ ഈ ചെറിയ മക്കളെ ഇതല്ലാണ്ട് പിന്നെ ഉള്ളത് ഒരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലത്ത് നമുക്ക് കൂടെ കയറിയിട്ട് ഇങ്ങനെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ കയറിപ്പോവല്. പക്ഷെ അതിപ്പോൾ ഈ ഒരു മഴയും അതേപോലെ തന്നെ ഈ കോടയൊക്കെ ഇറങ്ങിയ സമയമായതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ അല്ല. അപ്പോൾ ഈ മഴ നിൽക്കണം എന്നാണ് പറഞ്ഞത്, കാരണം അല്ലെങ്കിൽ പിന്നെ സ്ലിപ്പായി പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പം നമ്മൾ ഈ ഒരു റഗദ പാർക്ക് മൊത്തം ഒന്ന് കറങ്ങി കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അസിയുടെ
ഇത് പിന്നെ കൂടെ നിറഞ്ഞു പോയി. നേരത്തെ നല്ല രസമുണ്ടായിരുന്നു. നാച്ചുറലായിട്ട് ഉപ്പ ശ്വാസം വിട്ട് അതിന് ഫോഴ്സ് ചെയ്യണ്ട. ഓക്കെ റെഡി. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഭക്ഷണം ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ അത്. പക്ഷേ നല്ല സെറ്റപ്പൊക്കെ കണ്ടിട്ട് കയറിയാണ്. ആടുമന്തി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ നമ്മൾ എല്ലാം കൈയെല്ലാം കഴുകി ഇരിക്കാൻ പോകുമ്പോഴാണ് പറയുന്നത് ഇത്രയും ആൾക്ക് കഴിക്കാനുള്ള ആടിൻ്റെ ഇത് അവരെ സ്റ്റോക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് കഴിച്ചില്ല. പിന്നെ നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കഴിച്ചത് കേട്ടോ. പക്ഷേ ആട് കിട്ടിയില്ല. പിന്നെ തൽക്കാലം ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഒന്നാമത് സമയം കഴിഞ്ഞ് നമ്മൾ ലഞ്ചിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അതിനെപ്പറ്റി ചിന്തിച്ചത് ലഞ്ച് കഴിക്കാമെന്നുള്ളത്. അപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ കിട്ടൂലല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ തീർന്ന് പിന്നെ ഒരു അഫ്ഗാനി കടയിൽ കയറിയിട്ടാണ് നമ്മൾ ബുഹാരി കഴിച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അവിടുന്ന് കഴിച്ച ബുഹാരി ചിക്കൻ. പിന്നെ ഓരോ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടെയുള്ള എല്ലാ ആൾക്കാരും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റക്കാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഇതിപ്പോൾ ഒരു 6 ഫാമിലി ഉണ്ടല്ലോ, അതിൽ ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം അങ്ങനെ ഒരു എന്താ പറയുക പ്രൈവസി ഉള്ള അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല ഞാനെല്ലാം എടുക്കുന്നത് മൊത്തം വിജേഷാണ്. ഇതിപ്പോൾ അടുത്തത് ഇവിടെ ഡെസേർട്ട് ഡ്രൈവിൻ്റെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അവിടെ നിന്ന് ആ കറക്റ്റ് ഡെസേർട്ട് ഡ്രൈവിൽ അവിടേക്ക് തിരിയാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് ഓടിപ്പോയി. എന്നാലും വേണ്ടിയില്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്നുള്ളതിൽ നമ്മൾ ഇറങ്ങിയതാണ്. ഇതിൻ്റെ നേരെ അപ്പുറത്താണ് ഡെസേർട്ട് ഡ്രൈവ്. നമ്മൾ ദുബൈയിലൊക്കെ കാണുന്ന പോലത്തെ എന്താ പറയുക ഭയങ്കര മണൽ, ഭയങ്കര മിനുസുള്ള മണൽ, അതിൻ്റെ മേലെ കൂടെ ഓടുന്ന ഇതില്ല വണ്ടി വെച്ചിട്ട്. അതാണ് ആ ഒരു ഡെസേർട്ട് ഡ്രൈവിൻ്റെ സ്ഥലമാണ്. ആ നേരെ മുന്നിൽ കാണുന്നില്ല ഭയങ്കര മിനുസുള്ളൊരു സ്ഥലം, അവിടെയാണ് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കാണ് കയറിയത്. കാരണം അവിടെ നിന്ന് കയറാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് കയറിയത്. ഇതിവിടെ കുറേ കാലപ്പഴക്കമുള്ളൊരു കാറ് കണ്ടപ്പോൾ അത് എടുത്തതാണ്. അപ്പോൾ പിന്നെ ഒരു വണ്ടി ഇല്ല കേട്ടോ. ഞങ്ങളെ കൂടെയുള്ള ഒരു ടീം മുന്നോട്ടേക്ക് പാസ് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ശേഷം ആണ് 2 ടീം അവിടെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളെ ഇത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ മടങ്ങുകയാണ് കേട്ടോ. ജിദ്ദയിലേക്കുള്ള യാത്രയാണ്, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ ട്രാവൽ ബ്ലോഗ് ചെയ്ത് ശീലമുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ ഒരു ലാഗിങ് ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.